സൂര്യയുടെ 45ാമത്തെ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത് ആർ.ജെ. ബാലാജി ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു സിനിമയുടെ ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സൂര്യ 45 എന്ന സിനിമ വാടിവാസലായിരുന്നു. എന്നാൽ കങ്കുവ പോലെ വാടിവാസലിന് ഒരുപാട് സമയം ആവശ്യമുണ്ട് ഷൂട്ടിങ്ങിനായി. അതായത് 1 വർഷം 2 വർഷമൊക്കെ സൂര്യയ്ക്ക് ഈ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് മാറ്റി വയ്ക്കേണ്ടതായി വരും. അപ്പോൾ പല സിനിമകളും ഒഴിവാക്കേണ്ടതായി വരും. അങ്ങനെ കങ്കുവ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിത്രങ്ങൾ സൂര്യ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. വാടിവാസൽ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ സൂര്യയ്ക്ക് പിന്നെ വേറെ സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് മൊത്തത്തിൽ തീർന്നാലേ അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് സൂര്യയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ധൂം 4 സിനിമയിൽ രൺബീർ കപൂറിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമയിൽ മെയിൻ ലീഡ് ക്യാരക്ടറായിട്ട് തന്നെയാണ് രൺബീർ കപൂർ എത്തുന്നത്. അടുത്ത വർഷമായിരിക്കും ഈ ഒരു സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന സിനിമയുടെ പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി പോസ്റ്റർ തന്നെയാണ് വന്നിട്ടുള്ളത്. ആസിഫ് അലി വീണ്ടും പോലീസ് റോളിലെത്തുന്ന ഈ ഒരു സിനിമയുടെ കഥ എന്നത് 80s ഒരു സിനിമാ സെറ്റിൽ നടന്ന ഒരു ക്രൈമിനെ കുറിച്ചാണ്. തലവന് ശേഷം ആസിഫ് അലി പോലീസ് കുപ്പായം അണിയുന്ന ചിത്രം കൂടിയാണ് ഇത്. അമരൻ സിനിമയുടെ ഭാഗത്തുനിന്ന് സായി പല്ലവിയുടെ ക്യാരക്ടർ ടീസർ വന്നിട്ടുണ്ട്. പൃഥ്വിരാജിനെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത അൻവർ എന്ന സിനിമ റിലീസിന് ഒരുങ്ങുന്നു. ഉടനെ സിനിമയുടെ റിലീസ് ഡേറ്റൊക്കെ അനൗൺസ് ചെയ്യും. വേട്ടയൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി പ്രമാണിച്ച് റിലീസ് ചെയ്യും. ഒക്ടോബർ 10 വേട്ടയൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വേട്ടയൻ സിനിമയുടെ സെൻസറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് US സർട്ടിഫിക്കറ്റാണ്. 2 മണിക്കൂറും 43 മിനിറ്റുമാണ് സിനിമയുടെ റണ്ണിങ് ടൈം. ഖാലിദ് റഹ്മാൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ റിവീൽ ഇന്ന് വൈകിട്ട് 6 മണിക്കുണ്ടാവും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.